മലപ്പുറം കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനൊടുക്കിയ നഴ്സ് അമീനയുടെ വീട്ടിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി. അമീനയുടെ ബന്ധുക്കളുടെ മൊഴി വിശദമായി പോലീസ് രേഖപ്പെടുത്തി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോതമംഗലം സ്വദേശി അമീനയെ ആശുപത്രിയിലെ മുകളിലത്തെ കെട്ടിടത്തിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ ജോലിക്കെത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് കോതമംഗലം സ്വദേശി അമീനയെ ആശുപത്രിയുടെ മുകൾ നിലയിലെ മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. തുടർന്ന് വളാഞ്ചേരിയിലെയും കോട്ടക്കലിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ അമീനയുടെ മരണം സംഭവിക്കുകയായിരുന്നു. അമിതമായി മരുന്നുള്ളിലെത്തിയതാണ് മരണകാരണമെന്ന വിവരമാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവന്നത്. എന്നാൽ അമീനയുടെ മരണത്തിൽ ദുരൂഹതകളും സംശയങ്ങളും ഉണ്ടെന്ന് വീട്ടുകാർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് മൊഴി നൽകി. അമീന ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്നും സഹോദരി അൽഫിനയും ആവശ്യപ്പെട്ടു. അമീന ജോലി ചെയ്തിരുന്ന സ്വകാര്യ ആശുപത്രിയിലെ ജനറൽ മാനേജർ അബ്ദുൾ റഹ്മാനെതിരെയും ആശുപത്രി മാനേജ്മെന്റിനെതിരെയും നഴ്സുമാരും ആശുപത്രി ജീവനക്കാരും കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകിയിരുന്നു. ജനറൽ മാനേജറുടെ മാനസിക പീഡനം മൂലമാണ് അമീന ആത്മഹത്യ ചെയ്തതെന്ന് സഹപ്രവർത്തകർ ആരോപിക്കുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ ആരോപണ വിധേയനായ അബ്ദുൾ റഹ്മാൻ ഒളിവിൽ പോയതായാണ് വിവരം. ന്യൂസ് മലയാളം, കൊച്ചി.